എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്ത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഇതിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓരോന്നും ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു പോകേണ്ട കാര്യം പോലും ഇല്ല. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ആരുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചത്? ഗാന്ധിജി. ആരുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചത്? ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 to 1947. ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 to 1947. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ആശയപ്രചരണത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. ആശയപ്രചരണത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. സത്യത്തെ മുറുകെ പിടിക്കുക എന്നർത്ഥം വരുന്ന വാക്ക് സത്യാഗ്രഹം. സത്യത്തെ മുറുകെ പിടിക്കുക എന്നർത്ഥം വരുന്ന വാക്ക് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി നടത്തിയ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918. ഖേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഖേദ ഗുജറാത്ത്. ഖേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളവുകൾ നശിച്ചതിന് ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകാത്തതിനാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ നികുതി നിഷേധ സമരമാണ് ഖേദ സത്യാഗ്രഹം. പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ നശിച്ചതിന് ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകാത്തതിനാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ നികുതി നിഷേധമാണ് ഖേദ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയും പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ കരിനിയമമാണ് റൗലത്ത് നിയമം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ കരിനിയമമാണ് റൗലത്ത് നിയമം.
ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ കരിനിയമം റൗലത്ത് നിയമം. റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ. റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളാണ്: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് റൗലത്ത് നിയമം വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങൾ. റൗലത്ത് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6 റൗലത്ത് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. റൗലത്ത് വിരുദ്ധ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ്. റൗലറ്റ് വിരുദ്ധ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ്. റൗലത്ത് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ ഏതൊക്കെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റില് പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. റൗലറ്റ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ ഏതൊക്കെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ജാലിയൻ വാലാബാഗിൽ കൂടിയ നിരായുധരായ ജനങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗിൽ കൂടിയ നിരായുധരായ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഗാന്ധിജിയായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ കുട്ടിയാണ് ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള കുട്ടി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഉദ്ധം സിംഗ് ആയിരുന്നു. ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, സർദാർ ഉദ്ധം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. വിക്കി കൗശാലൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചത് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നാണ്. തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി അറിയപ്പെടുന്നത് ഖലീഫ എന്നാണ്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫയാണ്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം ഏത് സഖ്യത്തിനെതിരെയായിരുന്നു? ബ്രിട്ടന് എതിരെയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം ഏത് സഖ്യത്തിനെതിരായിരുന്നു? ബ്രിട്ടന്റെ സഖ്യത്തിന് എതിരായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ
ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവരാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17-നാണ്. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17-നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണത്തിനു മുന്നോടിയായി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജി എന്തു പറഞ്ഞിട്ടാണ് കത്തെഴുതിയത്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണത്തിന് മുന്നോടിയായി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് ഗാന്ധിജി ആയിരുന്നു. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. അവയാണ്: 1 ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, 2 ക്രിയാത്മക പ്രവർത്തനങ്ങൾ. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. അതിലൊന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ്, രണ്ടാമത്തത് ക്രിയാത്മക പ്രവർത്തനങ്ങളാണ്. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എന്നിവയായിരുന്നു. ഇനി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്നിവയായിരുന്നു. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായിട്ടുള്ള 2 പ്രസ്ഥാനങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവയായിരുന്നു. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായിട്ടുള്ള 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം, രണ്ടാമത്തത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിരുന്നു. മലബാർ കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി ആയിരുന്നു. മലബാർ കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. ഗാന്ധിജി ഷൗക്കത്തുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു എന്നോർത്തു വെച്ചാൽ മതി. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റു ചെയ്യാൻ പോലീസ് എത്തിയതൊരു കാരണമായി. ഖിലാഫത്ത് നേതാവ് അലി മുസ്ലിയാറെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പറയുന്നതും ഈ ഒരു മലബാർ കലാപത്തിന് കാരണമായി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മഞ്ചേരിയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മലബാർ കലാപ സമയത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. മലബാർ കലാപ സമയത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നിവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ
വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നിവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നിവിടങ്ങളാണ്. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നിവിടങ്ങളാണ്. എന്താണ് വാഗൺ കൂട്ടക്കൊല എന്ന് നമുക്കൊന്ന് നോക്കാം. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുഡ്സ് വാഗണിൽ, അതായത് ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസം മുട്ടി മരിച്ച സംഭവത്തെയാണ് നമ്മൾ വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം 1921 നവംബർ 10 വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം 1921 നവംബർ 10. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22 ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. എന്ത് ചെയ്താൽ മതി, 1922 നടന്നു, ആ 19 അങ്ങ് കട്ട് ചെയ്താൽ 22 പേര് മരിച്ചു എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കാൻ കഴിയും. ഇനി ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൗരി ചൗര സംഭവമാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായിട്ട് നടന്ന സമരം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്രത്തിനിടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് 1924 നവംബർ 1. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയ ദിവസം എന്ന് പറയുന്നത് 1921 നവംബർ 1 എന്നുള്ളത് ഓർത്തിരിക്കുക. വൈക്കം ക്ഷേത്രത്തിലുള്ള എല്ലാ വഴികൾക്കും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണജാഥ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതു ലക്ഷ്മിബായിക്കാണ്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണജാഥ നിവേദനം സമർപ്പിച്ചത് സേതു ലക്ഷ്മിബായിക്കാണ്. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖരൻ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരിൽ പ്രധാനികളാണ് ചന്ദ്രശേഖരൻ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ. സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരിൽ പ്രമുഖരാണ് ചന്ദ്രശേഖരൻ ആസാദ്, ഭഗത് സിംഗ്,
രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറിയത് ഉപ്പാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറിയത് ഉപ്പ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഉപ്പ് നിയമം ലംഘിക്കാൻ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പ്രഖ്യാപിച്ചതാര്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ഈ ഒരു ഉപ്പ് അല്ലെങ്കിൽ നിയമലംഘന സമരം നടത്തുമ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഉപ്പു നിയമം ലംഘിക്കാൻ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6 എന്നുള്ളത് ഓർത്തിരിക്കുക. ഉപ്പു നിയമം ലംഘിക്കാൻ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് പോകുമ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78 പേരാണ്. ഉപ്പു നിയമം ലംഘിക്കുവാൻ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് പോകുമ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എന്ന് പറയുന്നത് 78. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാരാണ് എന്ന് ചോദിച്ചാൽ കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി എന്നിവരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി എന്നിവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും കൂടിയാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള എന്നിവരാണ്. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അറസ്റ്റിലായിട്ടുള്ള പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ്. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അറസ്റ്റിലായ പ്രമുഖ നേതാക്കളാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു.
നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ പ്രദേശത്തെ നിയമലംഘന സമരത്തിൽ നേതൃത്വം നൽകുകയും ചെയ്ത 13കാരിയായിരുന്നു റാണി ഗൈഡിലിയു. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ പ്രദേശത്തെ നിയമലംഘന സമരത്തിൽ നേതൃത്വം നൽകുകയും ചെയ്ത 13കാരിയാണ് റാണി ഗൈഡിലിയു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ഗാന്ധിജിയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് കെ കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്തെ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്തെ ക്ഷേത്രം ട്രസ്റ്റി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സാമൂതിരി ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അത് പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനും ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനുമായിരുന്നു. ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ പ്രമുഖൻ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയമായി അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്താൽ അവർക്ക് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്ന് അഭിപ്രായപ്പെട്ട നേതാവായിരുന്നു ഗാന്ധിജി. അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ഗാന്ധിജിയായിരുന്നു. അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്രവിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജിയായിരുന്നു. അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്രവിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ച സന്ധിയാണ് പൂനാ സന്ധി എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഗാന്ധിജിയുടെ ഉപവാസം. ഗാന്ധിജി ഉപവാസിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്നുള്ള ആവശ്യം ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കാനും തീരുമാനിച്ച സന്ധിയാണ് നമ്മുടെ ഈ പൂനാ സന്ധി എന്ന് അറിയപ്പെടുന്നത്. ഈ പൂനാ സന്ധി നടന്നിട്ടുള്ള വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 1932. പൂനാ സന്ധി നടന്ന വർഷം 1932. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ലണ്ടനാണ്. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 1931, 1932 വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലണ്ടനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തിയായിരുന്നു BR അംബേദ്കർ എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന മുന്നേറ്റ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1942 ഓഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ളത് 1942 ഓഗസ്റ്റ് 8-നാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഒന്നുകിൽ നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും ജയിലിൽ പാർപ്പിച്ച അഘാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും ജയിലിൽ പാർപ്പിച്ച അഘാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും ജയിലിൽ പാർപ്പിച്ച അഘാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22-നാണ്. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി മരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1944 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധി മരിച്ചത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ എന്നിവർ. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ആയിരുന്നു അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഹർത്താൽ ആചരിച്ചുകൊണ്ട് സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. ഹർത്താൽ ആചരിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ഇന്ത്യ ആചരിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ കേരളീയരാണ് കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, AV കുട്ടിമാളു അമ്മ എന്നിവർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കേരളത്തിൽ വെച്ച് അറസ്റ്റിലായിട്ടുള്ള കേരളീയരാണ് കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, AV കുട്ടിമാളു അമ്മ എന്നിവർ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനം നടത്തിയത് സുഭാഷ് ചന്ദ്രബോസാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനം നടത്തിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. മാറിപ്പോരുത്, സുഭാഷ് ചന്ദ്രബോസ് അല്ല. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INAക്ക് നേതൃത്വം ഏറ്റെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INAന്റെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം എന്നുള്ളത് ഓർത്തിരിക്കുക. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ
നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ആസാദ് ഹിന്ദി റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പറഞ്ഞത്? ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ആസാദ് ഹിന്ദി റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA-യുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി എന്നുള്ളത്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേരുകയും തന്റെ 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത മലയാളി മുഹമ്മദ് വക്കം അബ്ദുൾ ഖാദർ ആണ്. വക്കം അബ്ദുൾ ഖാദർ വേറെയാണ്, ഇത് വേറെ ആളാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേരുകയും തന്റെ 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൾ ഖാദർ ആണ്. മുഹമ്മദ് വക്കം അബ്ദുൾ ഖാദർ. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ ആണ്. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നു പേരുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് സമ്മേളനം നടന്നത് 1940 ലാഹോറിലാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്നു പേരുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അത് 1940 ലാഹോർ ആണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന എന്താണ് പറഞ്ഞത് എന്ന് നോക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടനയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് അലി ജില്ലയുടെ അഭിപ്രായത്തില് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു മുഹമ്മദ് അലി ജിന്ന. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യ എന്ത് ചെയ്യുക? വിഭജിക്കുക, എന്നിട്ട് സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ആയിരുന്നു. നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത്, അഥവാ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം നടത്തിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് നെഹ്റു ആണ്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് നെഹ്റു. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയിട്ടുള്ളത് നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരത്തിലെത്തിയത് 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരത്തിലെത്തിയത് 1947 ഓഗസ്റ്റ് 15 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുമുള്ളത്. വളരെ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അത് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഏകദേശം 120ഓളം ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ നല്ല രീതിയിലുള്ള ടൈമും എഫേർട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കൊക്കെ തരാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.